അഷ്ടമി രോഹിണി വ്രതം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ചിങ്ങമാസത്തിലെ കറുത്തപക്ഷ അഷ്ടമിയും രോഹിണി നക്ഷത്രവും ഒത്തുവരുന്ന ദിവസമാണ് അഷ്ടമി രോഹിണി വ്രതം അനുഷ്ഠിക്കേണ്ടത്. ഈ ദിവസമാണ് മഹാവിഷ്ണു ശ്രീകൃഷ്ണനായി കംസന്റെ കാരാഗൃഹത്തിൽ അവതരിച്ചത്. ശ്രീകൃഷ്ണന്റെ ജനനസമയം അർദ്ധരാത്രിയായതിനാൽ ആ സമയത്തെ ക്ഷേത്രദർശനം അതീവ പുണ്യകരമായി കണക്കാക്കപ്പെടുന്നു. വ്രതാനുഷ്ഠാനം. വ്രതം തലേ ദിവസം തന്നെ ആരംഭിക്കണം. അന്ന് അതിരാവിലെ കുളിച്ച് വിഷ്ണുക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണക്ഷേത്രത്തിലോ ദർശനം നടത്തുന്നത് ഉചിതമാണ്. ഭാഗ്യസൂക്ത അർച്ചന, പാൽപ്പായസം, തൃക്കൈവെണ്ണ, അവിൽ എന്നിവ വഴിപാടായി സമർപ്പിക്കുന്നത് ശ്രേഷ്ഠമാണ്. കൂടാതെ മഞ്ഞപ്പട്ട് സമർപ്പിക്കുന്നതും ഉത്തമമാണ്. വ്രതമെടുക്കുന്നവർ ഓം ക്ലീം കൃഷ്ണായ നമഃ എന്ന മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ്. ഉപവാസം. സാധാരണയായി ഈ ദിവസം പൂർണ്ണ ഉപവാസമാണ് ഉത്തമം. എന്നാൽ ഉപവാസം ബുദ്ധിമുട്ടാണെങ്കിൽ പഴങ്ങൾ കഴിക്കാം. ആരോഗ്യസ്ഥിതി മോശമായവർ ഒരിക്കലൂണ് കഴിച്ച് ഈശ്വരചിന്തയോടെ അർദ്ധരാത്രി വരെ ഉറക്കമിളച്ച് വ്രതം പൂർത്തിയാക്കുന്നതിൽ തെറ്റില്ല. പിറ്റേ ദിവസം ക്ഷേത്രത്തിൽ നിന്ന് തീർത്ഥം സേവിച്ചോ വീട്ടിൽ തുളസി തീർത്ഥം സേവിച്ചോ വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. വ്രതത്തിന്റെ പ്രാധാന്യം. ഏതു പ്രതിസന്ധിയിലും തളരാതെ നിസ്സംഗനായി തന്റെ കർത്തവ്യങ്ങളിൽ ഉറച്ചുനിന്ന് പുഞ്ചിരിയോടെ മുന്നോട്ടു പോകാൻ ഈ വ്രതാനുഷ്ഠാനം സഹായിക്കുമെന്നാണ് വിശ്വാസം. കൃഷ്ണഭക്തിയും വ്രതാനുഷ്ഠാനവും മനുഷ്യന് ഐശ്വര്യവും ശാന്തിയും സമാധാനവുമുള്ള ഒരു ജീവിതം നയിക്കാൻ വഴിയൊരുക്കുന്നു. വ്രതമനുഷ്ഠിക്കുന്ന വേളയിൽ ഗുരുവായൂരപ്പനെ ദർശിക്കാൻ സാധിക്കുന്നത് വലിയ പുണ്യമായി കരുതുന്നു.